ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോയാൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ചിത്രകാരനെ പരിചയപ്പെടാം. വൈറൽ ചിത്രങ്ങൾ വരച്ച് വൈറലായ ഒരു ചിത്രകാരനെയാണ് ഇനി ന്യൂസ് മോർണിംഗിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ താഴെക്കോട് സ്വദേശി ലുലു എന്ന ജോസഫ്. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലാണ് ഇദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. ഇതിനോടകം ലക്ഷക്കണക്കിന് പേരാണ് ജോസഫിന്റെ വൈറൽ ചിത്രങ്ങൾ കണ്ടത്. കഴിഞ്ഞ 26 വർഷമായി ചിത്രകലാരംഗത്തുള്ള ജോസഫ് വ്യത്യസ്തമായ ചിത്രങ്ങൾ വരച്ചും വ്യത്യസ്ത രീതിയിൽ ചിത്രങ്ങൾ വരച്ചും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനാവുകയാണ്. നഖം കൊണ്ട് മമ്മൂട്ടിയുടെ ചിത്രം വരയ്ക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ബസ് യാത്ര ചെയ്യുമ്പോൾ ലഭിച്ച ടിക്കറ്റിൽ അതേ ബസിന്റെ ചിത്രം വരച്ചതും കഴിഞ്ഞ ഓണക്കാലത്ത് മനോഹരമായ ഓണസദ്യ ഇലയിൽ വരച്ചതുമെല്ലാം ഇതിനോടകം ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത്. ഞാൻ ചെറുപ്പം പോലെ വരയ്ക്കുമായിരുന്നു. വരയ്ക്കാൻ നല്ല ആഗ്രഹമായിരുന്നു. പിന്നെ ഫൈൻ ആർട്സ് കോളേജ് ഡ്രോയിങ് ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞൊരു ജോലിയുടെ ഭാഗമായി ഞാൻ കരിങ്കലത്താനിയിൽ 26 വർഷം മുന്നേ ലുലു ആർട്സ് എന്ന സ്ഥാപനം തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ വരയ്ക്കാൻ നല്ല ആഗ്രഹമായിരുന്നു ചെറുപ്പം പോലെ. ഇനിയും പുതിയ വ്യത്യസ്തമായ രീതികളിൽ ചിത്രം വരയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് ജോസഫ് എന്ന ലുലു താഴേക്കോട്. പുതിയത് ഇഷ്ടം പോലെ ചെയ്യാനുള്ള ഐഡിയകൾ കയ്യിലുണ്ട്. പക്ഷേ ഈ ജോലിയുടെ ഭാഗമായിട്ടുള്ള തിരക്കുകൊണ്ട് വരയ്ക്കാൻ സാധിക്കാറില്ല. വരയ്ക്കണം. പിന്നെയും ഓരോ വിശേഷ അവസരങ്ങളിലാണ് ഞാൻ അധികം വരയ്ക്കാറ്. ഓരോ വിശേഷത്തിന് അനുസരിച്ചുള്ള ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. ഇനിയും വരയ്ക്കണം എന്നാണ് താല്പര്യം. അക്രിലിക് പെയിന്റിംഗ്, ഇനാമൽ പെയിന്റിംഗ്, ഓയിൽ കളർ, വാട്ടർ കളർ തുടങ്ങി എല്ലാ തരത്തിലുള്ള ചിത്രങ്ങളും ഇദ്ദേഹം വരയ്ക്കും. മറ്റൊരു വൈറൽ ചിത്രത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. അനുരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം. ഇനി പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് പോയാൽ ഇല്യാസ് പിലാക്കൽ പറയുന്നുണ്ട്, ബീഹാറിലുണ്ടായ പോളിംഗ് വർധന EVM തട്ടിപ്പാണോ അതോ ബീഹാറിലെ പ്രബുദ്ധ വോട്ടർമാരുടെ വോട്ടവകാശമാണോ എന്ന്. അവിടെ ബീഹാറിലുണ്ടല്ലോ കൂടുതൽ വോട്ട് ചെയ്യാൻ സ്ത്രീ വോട്ടർമാർ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പണം കിട്ടിയ സന്തോഷത്തിൽ നിതീഷ് കുമാറിന്റെ വോട്ട് കുത്താനായിരിക്കും എന്ന് പറയുന്നുണ്ട്. സാജനാണ് അങ്ങനെ ഒരു കമന്റ്. ശരി, ഇതിപ്പോ പോളിംഗ് ശതമാനം അവിടെ വർദ്ധിച്ചതിന് മറ്റൊരു കാരണമുണ്ട്. കാരണം വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു. ഇപ്പൊ 48 ലക്ഷത്തോളം ആളുകളുടെ വോട്ട് ഒഴിവാക്കപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ ആനുപാതികമായി നോക്കുമ്പോൾ അതിന്റെ കാരണത്താൽ തന്നെ പോളിംഗ് പെർസെന്റേജ് ഉയരാനും സാധ്യതയുണ്ട്. ഈ ഭരണകൂടവും ഭരണഘടനാ സ്ഥാപനങ്ങളും ഒക്കെ ചേർന്ന് നടത്തുന്ന വോട്ടുകൾ അത് വെറും ആരോപണമല്ല. ഈ വസ്തുതകളൊക്കെ പുറത്തു വന്നിട്ടും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രസ്താവനകൾ ഇറക്കാൻ മാത്രമല്ലേ കഴിയുന്നു എന്നാണ് അതിനിടയിൽ സുഹറ ചോദിക്കുന്നുണ്ട്, പുട്ടും ബീഫും വേണോ ആർക്കെങ്കിലും കൊതിപ്പിക്കല്ലേ സുഹറ. പൊരിഞ്ഞ പോളിംഗ് വാർത്തകൾക്കിടയാളാണോ പുട്ട് കച്ചവടം എന്ന് ചോദിക്കുന്നു ഷറഫ്. എന്തായാലും കൊള്ളാം. യെസ്, നമുക്കിനി ഫാസ്റ്റ് ന്യൂസിനുള്ള സമയമാണ്. സേഫു, ശരി, ഫാസ്റ്റ് ന്യൂസിനുള്ള സമയമാണ്. ഫാസ്റ്റ് ന്യൂസിലേക്ക് വേഗം പോകാം. കാരണം ഇന്ന് നമ്മൾ സമയം തെറ്റിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമയം തെറ്റിയിട്ടുണ്ട്. ശരി, അപ്പോൾ നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.